പട്ടിക്ക് കൊടുക്കാൻ വെച്ചിരുന്ന മീന്തല അവളുടെ അടുത്ത് കൂട്ടാൻ വെച്ചു എന്ന് തോന്നണേ. ഞാനൊരു ടടാസ്റ്റ് പ്രയോഗം നടത്താൻ പോവാ. ഏറ്റില്ലെങ്കിൽ നീ ഓടി രക്ഷപ്പെട്ടോ. ചില ഊച്ചാലി ചട്ടമ്പില പോലെ തന്നെയാണ് ചില പട്ടികൾ. കണ്ടത് ഇപ്പം നമ്മളെ കടിച്ചിരുന്നതായിരിക്കും, പക്ഷെ അതേ പേടി തന്നെയായിരിക്കും പട്ടിയുടെ മനസ്സിൽ. ആദ്യം ആരറ്റാക്ക് ചെയ്താലും ഓപ്പോസിറ്റ് പാർട്ടി ഓടും, അത് ഉറപ്പാ. ഇതെങ്ങനെ പിന്നീട് നമുക്ക് മനസ്സിലാവുക? എടാ, അതിന് പട്ടികളുടെ സൈക്കോളജി അറിയണം. ഒക്കെ ഞാൻ പഠിപ്പിച്ചു തരാം, നീ വാ. പക്ഷെ ഈ ഐഡിയ എപ്പോഴും വർക്കൗട്ട് ആവണമെന്നില്ല കേട്ടോ. മനുഷ്യൻ്റെ സൈക്കോളജി അറിയാവുന്ന ചില വൃത്തികെട്ട പട്ടികളുണ്ടാവും, അവിടെ പെടും. പക്ഷെ ഇത് ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ജെട്ടിയിടണം, ഇല്ലെങ്കിൽ ടട്ടടാസ്റ്റാവും മോനെ. പൂച്ചയുടെ നടത്തം, ചേലന്തിയുടെ കാത്തിരിപ്പ്, കൊക്കിൻ്റെ ക്ഷമ, എല്ലാം പ്രകൃതിയിൽ നിന്ന് പഠിക്കണം. ഒഴിക്ക്. സേഫല്ല, സേഫ്റ്റിയാണ് പ്രധാനം. അഥവാ ആരെങ്കിലും ഉണർന്നു കഴിഞ്ഞാൽ രക്ഷപ്പെടാനായിട്ടൊരു വാതിൽ ആദ്യം തുറന്നിടണം, മനസ്സിലായോ? നടക്ക്. നമ്മൾ വിചാരിക്കും പണം അലമാരയിലാണെന്ന്, പക്ഷെ നമ്മൾ അങ്ങനെ വിചാരിക്കുന്ന വെച്ച് വീട്ടുകാരൻ പണം അടുക്കളയിലെ ഡബ്ബയിൽ ഒളിപ്പിച്ചു വെക്കും. വീട്ടുകാരൻ നമ്മളെ പറ്റിച്ച് പണം അടുക്കളയിലെ ഡബ്ബയിൽ ഒളിപ്പിച്ചു വെക്കുമെന്ന് വെച്ച് നമ്മളപ്പം അവിടെ തപ്പും. അപ്പോഴേക്കും അയാൾ പണം സ്റ്റോർ റൂമിലേക്ക് മാറ്റിയിട്ടുണ്ടാവും. ഒരു കള്ളൻ ഒരേ സമയം ഗോളിയായിട്ടും അതേസമയം പെനാൽറ്റി അടിക്കുന്ന കളിക്കാരനായിട്ടും ഡബിൾ തലച്ചോറുകൊണ്ട് ചിന്തിക്കണം, മനസ്സിലായോ? മിച്ചറിട്ട് വെക്കുന്ന ഡബ്ബ, അരിക്കലം, പഴയ ഷർട്ടിന്റെ പോക്കറ്റ്, വിറക് പോരാ, സ്വർണ്ണം കിടങ്ങി,